നാം പ്രാപിക്കേണ്ട വലിയൊരു ആത്മീക അനുഗ്രഹമാണ് ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ നിറയുക എന്നുള്ളത്. പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്, ഒരു മനസ്സായി ജീവിക്കുക എന്നുള്ളത്, ദൈവത്തിൻ്റെ നീതിയിലും സത്യത്തിലും സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപവാദിയായി പിശാച് ലജ്ജിക്കണം. പിശാചിന്റെ മുന്നിൽ നാം ലജ്ജിച്ചു പോകരുത്. പിശാച് ലജ്ജിക്കണം. ദൈവത്തിന്റെ മുന്നിൽ പിശാചിന് അപവാദം പറയാൻ ഇടവരരുത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വീഴ്ച വരുമ്പോൾ, ഒരു വലിയ പാപം വരുമ്പോൾ പിശാച് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ പേരും പറഞ്ഞ്, ഇന്ന ദേശത്ത് ഇന്നയാള് നിന്റെ മകൻ എന്ന് പറഞ്ഞ ആ ആളുണ്ടല്ലോ, ഇന്ന പാപം ചെയ്തു എന്ന് പറഞ്ഞാണ് പിശാച് ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. അതേ പ്രിയരെ, നാം പാപം ചെയ്യുമ്പോൾ പിശാചിന് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള അവസരം കിട്ടുകയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പാപം ചെയ്യുന്നത് ഇപ്പോൾ വേറെ ആർക്കും ഒരു ദോഷവും വന്നില്ല, എനിക്കും പ്രകടമായ ദോഷമൊന്നും വന്നില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അന്ധകാരത്തിന് മറപിടിച്ച് ആരെയും കാണിക്കാതെ ആരെയും അറിയാതെ ചെയ്യുന്ന ചില പാപങ്ങൾ, ചിലർ മോഷ്ടിക്കുന്നു, ചിലർ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ചിലർ ഹീനമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നു, ആരും കാണുന്നില്ല, ലോകത്തിൽ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്ന മകനെ, നീ ചിന്തിച്ചതുപോലും കർത്താവിനറിയാം. നീ ചിന്തിക്കാൻ പോകുന്നതിന് മുമ്പ് നിരൂപിച്ചതുപോലും എൻ്റെ കർത്താവിനറിയാം. എല്ലാം കർത്താവ് അറിയുന്നു. ഈ ലോക ജീവിതത്തിൽ നാം നേടേണ്ടത് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ ന്യായങ്ങളിൽ കുറ്റമില്ലാത്തവരെ നടക്കുക എന്നുള്ളതാണ്.